ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലുള്ളത്. വേളാങ്കണ്ണിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ട് പുറകിലായിട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എറണാകുളത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള എക്സ്പ്രസ്സിന് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയത്. അപ്പോൾ അവിടെ മുതലാണ് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പള്ളിയിലേക്ക് പോകേണ്ട ആ ഒരു വഴി ആ ഒരു ഭാഗത്തേക്കാണ്, നമുക്ക് നടന്നിട്ട് തന്നെ പോകാം. അതിന് പുറമേ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഓട്ടോകളുണ്ട്. ഈ ഒരു വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് VLNK എന്നാണ്. അവിടെ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നെയിമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ജനൽ പോയ ഒരു ഭാഗം കാണുന്നില്ലേ, അവിടെയാണ് ജനറൽ വെയിറ്റിംഗ് ഹാളൊക്കെ ഉള്ളത്. വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ അവിടെ. ഒരു ടോട്ടലി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. പള്ളിയുടെ മാതൃകയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓട്ടോകളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ആക്കി പോകാൻ വേണമെങ്കിൽ നടന്നിട്ടും പോവാം. നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഓട്ടോക്കാരുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കും റൂം വേണോ, അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളോടും ചോദിച്ചു. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂമിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്നാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വൃത്തിയില്ലാന്ന് പറയാം കേട്ടോ വെയിറ്റിംഗ് റൂമിൻ്റെ കാര്യം. ഇവിടെ റിട്ടയർ റൂം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്താ പറയുക, റൂം എടുത്താലും നമ്മുടെ എന്താ പറയുക വെള്ളം കിട്ടുന്നത് ഉപ്പുവെള്ളമായിരിക്കുമല്ലോ. അതെ അതെ അതെ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വഴി തന്നെ നടന്നിട്ട് പോവാം. ഞങ്ങൾ കഴിഞ്ഞ തവണ വേളാങ്കണ്ണി വന്ന സമയത്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ക്ലോസ് ആയിരുന്നു, കാരണം ഇതിൻ്റെ റെനോവേഷൻ കാരണം. ഇപ്പോൾ ഇത് ഓപ്പണായി. അവിടെ അതാ നമ്മുടെ എറണാകുളത്തു നിന്ന് വന്ന വേളാങ്കണ്ണി എക്സ്പ്രസ്. അത് ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ച് 6:40 എറണാകുളത്തോട്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു 11:30 ആകുമ്പം എറണാകുളത്തെത്തും. ഈ ഒരു വഴിയാണ് ഇനിയിപ്പോൾ നേരെ നടന്നിട്ട് പോകുന്നത്. അതായത് ചൊവ്വാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടുന്ന് തിരിച്ച് നമ്മുടെ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. ഇവിടെ ഒരു ATM ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ക്ലോസ് ആണ്. ഇവിടെ തന്നെ ഇതിൻ്റെ വേ ടു ചർച്ച് ഈ കാണുന്ന വഴി. ഇഷ്ടംപോലെ പട്ടികളുണ്ടല്ലോ. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ 94 കിലോമീറ്റർ. നാഗൂർ ദർഗ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു ദർഗയാണ്. 14 കിലോമീറ്ററാണുള്ളത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കാരയ്ക്കലും വരുന്നത്, കേന്ദ്രഭരണ പ്രദേശം. ഒരു ചെറിയൊരു പട്ടിക്കുട്ടനുണ്ട് ഇവിടെ. ഈ ഒരു വഴിയാണ് നമുക്ക് നേരെ ചർച്ചിലേക്കുള്ളത്. പട്ടിക്കുട്ടനെ കണ്ട സ്ഥിതിക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ, അതെൻ്റെ അച്ഛനും അമ്മയും അതിൽ നടക്കുന്നുണ്ട്. അല്ല, അവിടെയും ഉണ്ട് കേട്ടോ, ഒരു വലിയൊരു ഫാമിലി അവിടെയും ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നമുക്കെല്ലാം കാണാം. ഇതേ നമ്മുടെ KSRTC. ഇത് പിന്നെ എവിടെ നിന്ന് വരുന്നത്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന വണ്ടിയാണോ? അല്ലല്ലോ, കേരളത്തിൽ നിന്ന് 2 വണ്ടികളുണ്ട് KSRTC. ഒന്ന് ചേർത്തലയിലും ഒന്ന് ചങ്ങനാശ്ശേരിയും. അത് ഏതാണോ? ചേർത്തല ആവാനാ ചാൻസും, കാരണം ചങ്ങനാശ്ശേരി എന്നുള്ള വണ്ടി മറ്റേതല്ലേ. അറിയില്ല, ഏതാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ അറിയാതെ പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഈ ഒരു വഴി നടന്ന് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ട്രെയിൻ ഇറങ്ങിയ സമയത്താണ് നിങ്ങൾ ഇതുവഴി നടന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ ഇഷ്ടംപോലെ ലോഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് റൂം വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ സിംഗിളായിട്ട് വരുവാണെങ്കിലും ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾക്കിവിടെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ടിൽ റൂം കിട്ടും. അതായത് 500-600 റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ റൂം എടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് ഈ ഒരു റൂം ആദ്യം പോയി കാണുക. അതിൻ്റെ വൃത്തിയും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ റിസപ്ഷൻ്റെ ആ ഒരു വൃത്തി കണ്ടതിന് ശേഷം റൂം എടുക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾ ആ ഒരു റൂമൊക്കെ കണ്ടതിന് ശേഷം പ്രൈസൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം എടുക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. ഇതൊരു AC സ്ലീപ്പർ ബസ്സാണ്. വേ ടു ചർച്ച് ഇതുവഴി. ഞങ്ങൾ 7 മണിക്ക് മുന്നേ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു 8 മണി 8:30 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ചൂട് വരും. പിന്നെ നമുക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെയിലില്ലാത്ത സമയത്താണ് നല്ല രീതിയിൽ നടന്നിട്ട് കാണാൻ പറ്റുക. KCTCൻ്റെ ബസ് നാഗർകോവിൽ. അയ്യോ, നാഗർകോവിൽ ഒരുപാട് പോകാനില്ല. ഇപ്പോൾ ഒരുപാട് ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ അവൈലബിൾ അല്ലേ, ഏത് സ്ഥലത്തേക്കും ഉണ്ട്. ഇതേ തൊട്ടങ്ങ് അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഷോപ്പുകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
കുറച്ച് ടൈം എടുക്കും. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, വേളാങ്കണ്ണി സ്റ്റാൻഡ്. പല ഭാഗത്തേക്ക് ഇവിടുന്ന് സർവീസ് ഉണ്ട് കേട്ടോ. ചെന്നൈ ഭാഗത്തേക്ക് വരെ ഇവിടുന്ന് സർവീസ് ഉണ്ട്. ഈ പള്ളിയുടെ വകയുള്ള റൂമിൻ്റെ ബുക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. 450 മുതൽ റൂം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇപ്പം ഞങ്ങൾ കയറുന്നില്ല. ഇപ്പം വലിയ ക്രൗഡൊന്നുമല്ല ബസ് സ്റ്റാൻഡ്. ഈ ഒരു വഴി തന്നെയാണ് നമ്മൾ നടന്നിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ടാ. ഇനിയാണ് വലിയൊരു കടമ്പ ചെയ്യാനുള്ളത്. നമ്മൾ ഈ 2 പേരും ബാഗ് എടുത്തിട്ടാണല്ലോ പോകുന്നത്. ഒരുപാട് പേര് നമ്മളോട് വന്ന് വയ്ക്കും റൂം വേണോ എന്ന്. അതെന്തായാലും കാണണല്ലേ നവി? പിന്നെ അവർ ചോദിക്കും എന്തായാലും. പിന്നെ അത് നിങ്ങൾ ആദ്യം വന്ന സമയത്ത് ഞങ്ങൾ അവർ നടക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നും മിക്കവാറും തന്നെ ആയിരിക്കും. ഈ ഒരു ഭാഗത്ത് തന്നെ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. കണ്ടാ റൂം ഒരാളിപ്പം തന്നെ ചോദിച്ചു. അവിടെ നേരത്തെ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ 2 ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. ഒരുപാട് റൂംസ് ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകാം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇവിടത്തോട്ട് പോകുന്നില്ല. കാരണം നമുക്ക് ആദ്യം ഇവിടുത്തെ മെയിൻ ചർച്ചിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഇവിടത്തോട്ട് വരുന്നതായിരിക്കും നല്ലത്. എല്ലായിടത്തേക്കുള്ള ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഇവിടെ. ബീച്ചിലേക്കും മ്യൂസിയം അതെല്ലാം ഉണ്ടല്ലോ ഈ ഒരു വഴി. നമുക്ക് കുറച്ചും കൂടെ പോയിട്ട് ഒരു നല്ലൊരു ഹോട്ടൽ നോക്കണം. ഈ ഒരു ഭാഗത്തുനിന്നല്ല, കുറച്ചും കൂടെ മറ്റേ നമ്മുടെ മെയിൻ പള്ളീൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ഭക്ഷണം കഴിക്കണം. നമുക്കിനി മെയിൻ പള്ളിയുടെ ഭാഗം വരുന്നത് വലതു ഭാഗത്തേക്കാണ്. ഞങ്ങൾ 2019 വന്നപ്പോൾ ഈ ഒരു ഇടത് ഭാഗത്തേക്ക് കാണുന്ന ഒരു ലോഡ്ജിലാണ്. അവിടെ ഒരുപാട് ലോഡ്ജസ് ഉണ്ട്. അവിടെയാണ് പോയി താമസിച്ചത്. റൂം വയ്ക്കാൻ വേണ്ടി വരിക. AC-ക്ക് 1000 രൂപ. പക്ഷേ AC-ക്ക് 1000 രൂപ എന്ന് പറയുന്നതൊക്കെ 24 മണിക്കൂർ നോക്കുമ്പോൾ ലാഭമാണല്ലോ നവി? 24 മണിക്കൂറാണെങ്കിൽ ലാഭമാണ്. പിന്നെ അവിടെ കുറേ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ചർച്ച് കേട്ടോ, ഈ കാണുന്നത്. ഇവിടെ ഉച്ച സമയത്തൊക്കെ നല്ല ക്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ക്യൂ ഒന്നുമില്ല, രാവിലെ ആയതല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ കുർബാനേൻ്റെ മലയാളം കുർബാനേൻ്റെ ടൈം ആയിട്ടില്ല. 9 മണിയാണെന്ന് തോന്നുന്നു. ഇത് ചർച്ച് ക്യാൻറ്റീനാണ്. അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടില്ലേ, ഇപ്പം അടിപൊളിയാക്കി ഇവിടെ. ഫുഡൊക്കെ ഇവിടുന്ന് വേണം പോയി കഴിക്കാം. പള്ളീൻ്റെ ഓരോരോ കെട്ടിടങ്ങളാണ് ഈ മുൻഭാഗത്തെ. ബീച്ച് വരുന്നത് നേരെ ഈ ഒരു സൈഡിലോട്ടാണ് കേട്ടോ. നമുക്ക് അവിടത്തേക്കൊക്കെ പോകണം. ആ ഒരു സൈഡാണ് ബീച്ച്. പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഉള്ളത് തമിഴ് കുർബാനയാണ്. ഈ തമിഴ് കുർബാന കഴിഞ്ഞ പാടും തന്നെയാണ് മലയാളം കുർബാന ഉള്ളത്. ഈ ഒരു ചർച്ചിന്റെ ഇവിടെ നേരെ ഇപ്പോ ബീച്ച് ഭാഗത്തേക്ക് പോവാണ്. ബീച്ച് റോഡാണ് ഈ കാണുന്നത്. റൂം വേണ്ട മൊട്ടടിക്കേണ്ട സ്ഥലമുണ്ട് ഇവിടെ, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു പോകുന്ന വഴിയിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പഴനിയില്ലേ, പഴനിയിൽ തലമുണ്ടനം ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ചടങ്ങ് വേളാങ്കണ്ണിയിലുണ്ട് കേട്ടോ. വേളാങ്കണ്ണിയിലുണ്ട്. നമുക്ക് ഇവിടെ തന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് പോകാൻ പറ്റും കേട്ടോ. അതുപോലെ മെഴുകുതിരി അതൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ വരുമ്പം ഒന്ന് എടുത്തു പറയാനുണ്ട്, ഇവർക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഒരു വൃത്തിയോടെ കൈകാര്യം ചെയ്യേണ്ടതേ ഉള്ളൂ. ഒരു വൃത്തിയില്ല ഈ ഒരു ഭാഗത്തോട്ട്. നല്ല സ്മെല്ലാണ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൂടെ? അതിന് തന്നെ കുറച്ച് ആൾക്കാരെ വെച്ചാൽ പോരെ.
അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്. എത്ര ആൾക്കാരാണ് വരുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്. നമ്മൾ നടന്നിട്ട് ബീച്ചിൻ്റെ ഇവിടെ എത്തി. നടക്കുന്ന റോഡ് മുഴുവൻ പ്ലാസ്റ്റിക് തന്നെയല്ലേ? എല്ലാം പ്ലാസ്റ്റിക്കും വേസ്റ്റ് എല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് മാത്രമല്ല. ഇവിടെ ഒരു ജംഗ്ഷനിലെത്തിരിക്കുകയാണേ. നമുക്ക് ഇതുവഴിയും വേണമെങ്കിൽ നടക്കാം. ബീച്ച് ഇങ്ങോട്ടാണ്. ഇത് ഒരു ആടൊക്കെ പോകുന്നതാ. ഈ ഒരു ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സുനാമിയൊക്കെ വന്നൊരു ബീച്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഒരു ഭംഗി, ആ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നത് കാണാൻ. കുറേ ആൾക്കാർ രാവിലെ തന്നെ കുളിക്കുന്നൊക്കെ ഉണ്ട്. വേളാങ്കണ്ണി ബീച്ചിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകാട്ടോ. ഇങ്ങോട്ട് വേണമെങ്കിൽ പോകാം. നമുക്കൊരു ആ ഒരു സൈഡ് വഴി നടന്നു. പിന്നെ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയറാൻ പറ്റും തോന്നില്ല. കാരണം അതിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണുള്ളത്. കണ്ടിട്ട് തന്നെ അല്ല ഏകദേശം ക്ലോസ് തന്നെയാണ് തോന്നുന്നത്. വേളാങ്കണ്ണിന്റെ കടലിന്റെ കാര്യം പറഞ്ഞ സമയത്ത് 2004 നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായല്ലോ സുനാമി. ആ സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഈ പറഞ്ഞ വേളാങ്കണ്ണി തീരത്താണ്. 2004 ഡിസംബർ 26 ക്രിസ്മസിന്റെ പിറ്റേ ദിവസമാണ് സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ ഒരു സുനാമി എഫക്ട് ചെയ്ത് ഈ പറഞ്ഞ ഈ ഭാഗത്തൊക്കെ അടിച്ചങ്ങ് കയറിയത്. അപ്പൊ നമ്മളെ കേരളത്തിന് എനിക്കൊന്ന് ആലപ്പുഴയിലും കൊല്ലം ജില്ലേന്റെ ഭാഗങ്ങളാണ് കൂടുതൽ അതിന്റെ നാശനഷ്ടം ഉണ്ടായത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വേളാങ്കണ്ണി, കന്യാകുമാരിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് 26 എന്ന് പറഞ്ഞത് ഒരു ഞായറാഴ്ച. ആ സമയത്ത് 9:30 ഇവിടെ മലയാളം കൂർമാനൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് തീർത്ഥാടകർ വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ക്രിസ്മസിന്റെ പിറ്റേ ദിവസം 2004 എന്ന് പറയുമ്പോൾ ഞാൻ മറക്കില്ല. കാരണം ഞാൻ ആ സമയത്ത് ഞാനും എൻ്റെ അച്ഛനൊക്കെ കൂടിയിട്ട് എന്താ പറയുക ഒരു ടൂർ പോയ സമയമാണ്. ഞങ്ങൾ പോയത് മൂന്നാർ, നമ്മുടെ അന്ന് വീഗാലാൻഡ് ആണല്ലോ, എറണാകുളത്ത് വീഗാലാൻഡൊക്കെ പോയ സമയമാണ്. ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരൊക്കെ എത്തുന്ന സമയത്താണ് ഈ സുനാമീൻ്റെ കാര്യം അറിയുന്നത് തന്നെ. പക്ഷെ അത് മറക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് കുർബാന നടക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ ഭാഗത്തേക്കൊന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ അത് സമയത്ത് അവിടെ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഉള്ളവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, അപ്പം അവിടെയാണ് ഈ പറഞ്ഞ നല്ല രീതിയിൽ ഒരുപാട് തീർത്ഥാടകരായാലും ഇവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ പറഞ്ഞ വെള്ളം അങ്ങ് എടുത്ത് കടലിലേക്ക് എടുത്ത് കൊണ്ടുപോയത്. ഒരുപാട് പേരുടെ ജീവനാണ് ആ ഒരു സുനാമി കാരണം നഷ്ടപ്പെട്ടത്. അതുപോലെ സുനാമി പറയുമ്പം എനിക്ക് കഴിഞ്ഞ കാര്യം നമ്മുടെ പഴയ കാര്യം കറക്റ്റായി ഓർമ്മയുണ്ട്. ആ സുനാമീൻ്റെ ന്യൂസ് ഇപ്പം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മുടെ ഈ JCB വെച്ചിട്ടുണ്ടല്ലോ, ഈ ബോഡി ഇങ്ങനെ തന്നെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. സുനാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു പ്രകൃതിക്ഷോഭമാണ്. അതെ. പിന്നെ നമ്മുടെ കമലഹാസന്റെ ഒരു സിനിമയില്ലേ ദശാവതാരം, അതിന്റെ ആ സിനിമേന്റെ അവസാനം ക്ലൈമാക്സിൽ ഒരു സുനാമി വരുന്നുണ്ടല്ലോ. അത് ഈ ഒരു വേളാങ്കണ്ണി ഇതിനെ പള്ളിയിലൊക്കെ കയറുന്നല്ലേ, അത് ഇത് ഏകദേശം ഇത് തന്നെയാണ്. അതിന് ഒരു സാമ്യം തന്നെയുണ്ട്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ഇവിടെ പെരുന്നാളുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു പള്ളീൻ്റെ അവിടെ നവീകരണ പ്രവൃത്തിയൊക്കെ നടക്കുന്നത്. ആ സമയത്തേക്ക് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചില്ല ഒരു പള്ളിയുടെ ഭാഗം, നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ഈ പള്ളീൻ്റെ അകത്തെ കൂർബാനൊക്കെ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു ഇടതുഭാഗത്തേക്കാണ് ആ ഒരു ചർച്ച വരുന്നത്. ഇവിടെ ഒരു ATM ഒക്കെ ഉണ്ട് കേട്ടോ, അത് ഓപ്പണാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചർച്ചില്ലേ, അതിൻ്റെ
പുറകു ഭാഗമാണ് ഈ കാണുന്നത്. ഈ വേളാങ്കണ്ണിയിലത്തെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ ഒരു ഭാഗം വഴി അങ്ങ് ആ ഒരു പള്ളീൻ്റെ അവിടം വരെ മുട്ടിലിങ്ങനെ എഴഞ്ഞിട്ട് പോവുക. ഇന്ന് തന്നെ ഇത് ആരംഭിച്ച് അങ്ങ് അവിടം വരെ പോകും. അങ്ങ് പോകുന്ന കാണുന്നില്ലേ? ഇവിടെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോരോ പ്രാർത്ഥനയാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ വലിയൊരു യേശുവിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് അങ്ങ് അവിടെ. ഈ ഒരു പള്ളിയുടെ ഇവിടെ തന്നെ കുറച്ച് പ്രതിമകളുണ്ട് ഇങ്ങിവിടെയായിട്ട്. അവിടെയാണ് ആ ഒരു വലിയൊരു സ്റ്റാച്ചു ഉള്ളത്. നമുക്ക് ഈ ഒരു സമയത്ത് വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രതീതി എന്ന് പറയുന്നത് ഒരാളും ഇല്ല. നല്ല സുഖത്തിൽ നമുക്കിതൊക്കെ വന്ന് കാണാം. ഈ രാവിലെ ഇറങ്ങിയ വെയിലും ഉണ്ടാവില്ല, ക്ഷീണവും ഇല്ല, അല്ലേ? ഇല്ലല്ല, ഉച്ചക്കൊന്നും ചൂട് ഞാൻ പറയുന്നില്ല, സഹിക്കാൻ പറ്റില്ല. ഇതാണ് ആ ഒരു സ്റ്റാച്ചു. ഇവിടെയാണ് ആ ഒരു വലിയ പ്രതിമയുള്ളത്. അതുവഴി നമുക്ക് കയറിപ്പോവാം. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. കാരണം ഉച്ച സമയത്തൊന്നും വരരുത്, കാരണം നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല, നല്ല വെയിലായിരിക്കുമല്ലോ. ഇതുവഴി നടന്നിട്ട് പോകാനുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ഭാഗം വഴിയൊക്കെ നടന്നിട്ട് തന്നെ പോകണം. സാക്രഡ് ഹേർട്ട് സ്റ്റാച്ചു നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഒരു വ്യൂ ഇതിൻ്റെ. ഇവിടെ വേളാങ്കണ്ണി എത്തിയാൽ തന്നെ ഈ ഒരു വലിയൊരു ജീസസിൻ്റെ സ്റ്റാച്ചു കാണാതെ നിങ്ങൾ തിരിച്ചു പോകരുത് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ ഒരു പള്ളീൻ്റെ ഭാഗവും കാണാൻ പറ്റും. കാരണം എല്ലാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ കിഴക്കിൻ്റെ ലൂർദ് എന്നാണ് വേളാങ്കണ്ണി അറിയപ്പെടുന്നത്. നമ്മുടെ മലയാളികൾ എന്ന് വെച്ചാൽ ക്രിസ്തീയ മതവിശ്വാസികൾ വേളാങ്കണ്ണി വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഒരുപാട് പേര് വരും. ഇപ്പം പറഞ്ഞാൽ ഞങ്ങളടക്കം എനിക്ക് തോന്നുന്നു ഞങ്ങൾ 5ാമത്തെ തവണയാണ് ഞങ്ങൾ വേളാങ്കണ്ണി വരുന്നത്. ഇത് 4ാമത്തെ തവണയാണ് വേളാങ്കണ്ണി വീഡിയോ അടക്കം ചെയ്യുന്നത്. കാരണം ട്രെയിനിൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് വരണമെങ്കിൽ 2 പ്രധാന ട്രെയിനാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്നും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉച്ചക്ക് പുറപ്പെടുന്ന വേളാങ്കണ്ണിയിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ. മറ്റൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 10:25 കാരക്കലേക്ക് പോകുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ്. അതിന് നിങ്ങൾ കയറിയിട്ട് നാഗപട്ടണം ഇറങ്ങാം. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വേളാങ്കണ്ണിക്ക് വരാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിൽ കാണിച്ചല്ലോ, നമ്മളൊരു ബസ്, അതായത് ചേർത്തലയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും KSRTC ബസ്സുകളുണ്ട്. നിങ്ങൾ അതുവഴി വരാം. അപ്പം മലയാളികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. അപ്പോൾ എന്താ പറയുക, വേളാങ്കണ്ണിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത യാത്ര ഇവിടെ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ വേളാങ്കണ്ണിൻ്റെ കുറച്ച് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.